തണുത്ത വെള്ളം. ഇത്രയും കുറേ ഉണ്ട് ഈ കളറിയോട് എന്തെങ്കിലും അളവ് വേണോ? അളവ് വേണ്ട, അളവ് വേണമെന്നില്ല എനിക്ക്. പാന്റെ ഒക്കെ അളവില്ലാതല്ലേ ഇപ്പൊ തയ്ച്ചോണ്ട് പോയാ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ അതിനുള്ള ലൂസ് അങ്ങ് വെച്ചു. എനിക്ക് ഇറക്കം താഴോട്ട്. എനിക്ക് ഇതൊക്കെ എനിക്ക് അങ്ങ് ദേഷ്യം. ഇപ്പം 3 മീറ്റർ എടുത്തു കൊടുത്താലും അങ്ങ് മുട്ടിന് പക്ഷെ കറപ്പുണ്ടോ? നല്ല ഇറക്കവും ഇറക്കമുണ്ട്. അപ്പം ഇതിനാഴ്ച ഇറക്കം ഇത്തരം ഒരെണ്ണം ഞാൻ കഴിച്ചില്ല. അത് ഇനി ചേരുമല്ലേ? അല്ലെങ്കിൽ എല്ലാം ഒരേ കളറിലും എനിക്ക്. എന്നാ മോള് തയ്ക്കാ പാന്റ്. എന്താന്നോ ഇതിനും എനിക്ക് ആ പാന്റ് ചെയ്യും. ഞാൻ ഒപ്പിക്കും. ഇതിനും ചെയ്യും. ഇപ്പൊ എന്താ അളവെടുക്കണോ? എന്റെ അളവ് മമ്മിയുടെ ഇല്ലേ? അളവൊന്നുമില്ല, ഞാനിങ്ങനെ കണ്ടു തയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ അളവൊന്നും വേണം. അതിനേ ഉള്ളൂ. അത് മതി. മമ്മി ഇതിന് ഇത് തുണി എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 285. ഇത് 285 ഉള്ള. അപ്പൊ ഇതിനപ്പൊ ഇതുപോലെ ഇങ്ങനെ മോളീന്നേ വരണം അല്ലേ? ബ്രേസ് കട്ടിങ് പോലെ. അതും ഇവിടെ പ്ലെയിൻ തന്നെ. ഇവിടെ പ്ലെയിൻ പോലെ. ഇവിടെ മാത്രം ഇങ്ങനെ നമ്മള് പുറകിൽ ഒന്നുമില്ല, പ്ലെയിൻ മതിയാവും. എനിക്ക് മറ്റേ ഇലയില നേരെ സ്ലിറ്റ് ഇല്ലാതെ. ഇതിന് സ്ലിറ്റ് ഇടാനും ഒക്കത്തില്ലല്ലോ. ഓക്കെ ഓക്കെ അല്ലേ? ഇത് ഞാൻ മമ്മിക്ക് ഇട്ടേക്കട്ടെ. ഇട്ടാരെ, എനിക്കിട്ടെ. ഇതിനപ്പം നമ്മള് മറ്റേ സാധനം മേടിക്കണ്ടേ? നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഗോൾഡൻ അല്ലേ? ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ഈ വീക്കഴുത്താണ്. വീക്കഴുത്ത് വെട്ടുന്നതാണ്. ഈ വീക്കഴുത്ത് ഞാൻ വെട്ടി ഇട്ടിരിക്കുവാണ്. പക്ഷെ സാധാരണ നമ്മൾ കഴുത്തിന്റെ അകലം എടുക്കുന്ന പോലെ 2-2.5 അല്ല എടുക്കേണ്ടത്. ഇതിന് ഞാൻ 3.5 എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് 2 സൈഡും കൂടെ ആയപ്പോഴത്തേക്ക് 7 ഇഞ്ച് കഴുത്തകലം എടുത്തിട്ടുണ്ട്. കണ്ടോ? 7 ഇഞ്ച്. ഈ 7 ഇഞ്ച് കഴുത്തകലം നമ്മൾ എടുത്താലേ നമുക്ക് ഈ കറക്റ്റ് വി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ? കറക്റ്റ് വി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് വി ആയിട്ട് കിട്ടത്തില്ല. പിന്നെ ഇത്രയും കഴുത്ത് ഇറങ്ങി കിട്ടുകയും ചെയ്യും. ഇത്രയും. അപ്പോൾ എന്തെടുക്കണമെന്നറിയാമോ? നമ്മൾ ഇത് ഈ മോഡലിൽ അങ്ങോട്ട് വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ഇറക്കി എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തെടുക്കണം? ഈ ഷോൾഡർ നമുക്ക് കുറച്ചെടുക്കണം. ഈ ഷോൾഡർ സാധാരണ 4 എടുക്കുന്നത്. ഇത് 3.5 എടുത്തിട്ടുള്ളൂ. ഇത്ര അകലം വന്നപ്പോഴത്തേക്ക് അതേ നമ്മൾ ഇതിൽ 1/2 ഇഞ്ച് അങ്ങ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ തുണിയെ തന്നെ കിട്ടിയതാണ്. വേണ്ടി ഈ വർക്ക് ഇതിന്റെ സൈഡിലുള്ള വർക്കാണ്. ഈ വർക്ക് എടുത്ത് നമുക്ക് ഒന്നിയിൽ താഴെ കൊടുക്കാം, അല്ലെ സൈഡിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ കഴുത്തിന്റെ ഇവിടെ കൊടുക്കാം. കണ്ടോ? അപ്പൊ ഈ കഴുത്തിന്റെ അവിടെ കൊടുക്കുമ്പോൾ ഈ വീതി കുറച്ചേ കൊടുക്കാവുള്ളൂ. ഇത് ഇത്രയും വീതിയുള്ള സാധനമല്ലേ? ഇത്രയും വീതി കൊടുക്കരുത്. പിന്നെ ആരെങ്കിലും അവർക്ക് ഇഷ്ടമാണെങ്കിൽ വീതി വെച്ചു. അത് വീതി വെച്ചാൽ വൃത്തികേടായിരിക്കും. ഇത്ര പകുതിയായിട്ട് കുറച്ചിട്ടേ ഇങ്ങനെ വെക്കാവുള്ളൂ. അവർ തന്നെ ഇത് തന്നിട്ടുണ്ട്. ഇത് മേടിച്ച് വെക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇല്ല, ഇത് ഭംഗിയാണെങ്കിൽ ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ മേടിക്കാൻ എന്താണേലും വി തയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം കൂടെ വെക്കണം, എന്നാലേ ഒരു ഭംഗി വരത്തുള്ളൂ. കണ്ടോ? ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കഴുത്തകലം അകന്ന പോലെ തന്നെ നമുക്ക് പുറകിലത്തെ പീസിന്റെ കഴുത്തകലവും അകന്നിട്ടുണ്ട്. അപ്പം താഴ്ഭാഗം ഉണ്ടല്ലോ, ഇറക്കം കൊടുക്കരുത്. ബാക്ക് പീസിന് ഇറക്കം കൊടുക്കരുത്. ബാക്ക് പീസിനൂടെ ഇറക്കം കൊടുത്തു കഴിഞ്ഞാൽ എന്തെടുക്കുന്നറിയാം, ഇത് ഒത്തിരി കഴുത്ത് മലന്നു പോകും. ഞാൻ തന്നെ ഒരു 3 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ.
3 ഇഞ്ച് കൂടുതൽ കൊടുക്കരുത്, ഒരുപാട് കൊടുക്കല്ലേ. ഒരുപാട് കൊടുത്താൽ നമ്മുടെ കഴുത്ത് മലന്ന് പോവും, ഷോൾഡർ ഇറങ്ങിപ്പോവും. പിന്നെ അതിൻ്റെ മോഡലാണ്, അതിൻ്റെ പാൻറ്റാണ്. ഇതിന് അലാസ്റ്റിക് ഇട്ടാണ് തയ്ക്കേണ്ടത്. അപ്പം ഞാൻ ഇത്രയും ചെയ്തുകൊണ്ട് വരാം. അപ്പം ഞാനേ ഈ വി കഴുത്ത് തയ്ച്ചിട്ടുണ്ടേ, കണ്ടോ, നല്ലോണം വെക്കാം. അപ്പോൾ ഞാൻ ഇത് മുറിച്ചിട്ട് വെക്കാൻ നോക്കിയപ്പോഴത്തേക്കേ ഇതൊരു ശകലം ചുളിവ് വരും. കാരണം ഇങ്ങനെ ചെരിഞ്ഞ് വന്നാൽ കാണിച്ചു തരാം. അപ്പം ഞാനിത് ഈ തുണിയായിട്ട് പിടിപ്പിക്കുന്നെങ്കിൽ കുറച്ച് ചുളിവ് ഇവിടെ വരും. ഇങ്ങനെ പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കുറച്ച് സ്ഥലത്ത് ഇത് കിട്ടാതെ വരും. നല്ല വി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. പിന്നെ ഈ നടു വരുമ്പോഴത്തേക്ക് ഈ ഭാഗം വരുമ്പോഴും കുറച്ചകത്തോട്ട് തള്ളി നിൽക്കും. കറക്റ്റായിട്ട് വി ആയിട്ട് കിട്ടുവാണെങ്കിൽ ഈ ഷോൾഡറിൽ നിന്നും ഇതങ്ങ് പോകും. മുൻഭാഗത്ത് ഇത്രയും കിട്ടാതെ വരും. ഇവിടെ ശരിയാകുമ്പോൾ ഇവിടെ ശരിയാകത്തില്ല. അത് ഒരുപാട് ഷോൾഡർ മലന്ന് പോകും. അപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാം, ഇവർ 1-2 സൈസ് നമുക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഇത് പിടിപ്പിക്കാമെങ്കിലുണ്ടല്ലോ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഈ തുണിയേക്കാളും നല്ലത് ഇതിങ്ങനെ പിടിപ്പിക്കുവാന്ന് തോന്നുന്നു, നല്ല ഭംഗിയായിട്ട്. ഇതാകുമ്പോൾ ഇതണ്ടേ, ഇവിടെ ഈ വളവൊക്കെ വരുന്നിടത്ത് നമുക്ക് ഇച്ചിരി വലിച്ച് നീട്ടി ഇച്ചിരി നല്ല സെറ്റാക്കി വെക്കാൻ പറ്റും. തുണിയിൽ അത്രയും സെറ്റാകത്തില്ല. നമ്മൾ തുണിയിലാകുമ്പോൾ മെഷീനെ തയ്ക്കുമല്ലേ, ഇത് കൈത്തയ്യലാകുമ്പോൾ നല്ലതായിട്ട് കിട്ടും. ഈ ഭാഗവും ശരിയാക്കാം, ഈ ഭാഗവും നമുക്കിത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയേക്കാളും നല്ലത് ഇതാന്ന് വിചാരിച്ചു. ഇങ്ങനെ തയ്ച്ചു പോകുമ്പോൾ നല്ല വി നമുക്ക് കിട്ടും. പിന്നെ മറ്റേ പിള്ളേരുടെ തയ്ക്കുമ്പം എന്റെ മോഡല് മറ്റേ പട്ടുപാവാട തയ്ച്ച ഞുറില്ലേ, അതായത് സ്ലീവ്ലെസ് തന്നെ, കൈ ഇല്ലാത്തതിനകത്ത് തന്നെ ഞുറിഞ്ഞുറ് കിടക്കുന്നത്. അത് എന്റെ മോഡലിനകത്ത്. മറ്റേ ആൾക്ക് വേറെ സ്ലീവ്ലെസ് മതിയെന്ന്. മറ്റേ അന്ന് ഇങ്ങനത്തെ സ്ലീവ് വേണം, അത് വേണ്ട, ഒന്നും പിടിപ്പിക്കണ്ട. അദ്ദേഹത്തിന് സ്ലീവ്ലെസ്സും എന്റെ ആൾക്ക് ചെറിയ അതുപോലെ എനിക്കും ഞുറ് വേണം. അവർക്ക് രണ്ടർക്കും ഞുറ് വേണ്ടെന്ന് ഓർത്താൽ എങ്കിൽ പോട്ടെ. ഈ അളവ് തന്നെയല്ലേ ചേച്ചിക്കും? അളവ് ഇത് തന്നെ, രണ്ടുപേർക്കും ഒരേ വണ്ണോ? ഇവിടെ ഇച്ചിരി അവക്കാ കൂടുതൽ. ചുരിദാറൊക്കെ ഇടുമ്പോ എങ്കിൽ ഇറങ്ങട്ടെ. ശരി, ഓക്കെ. അപ്പോൾ തന്നെ ഞാനിത് തയ്ച്ചെടുത്ത്, എനിക്ക് വേണമെങ്കിൽ ഇത് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഈ കല്ലെങ്ങാനും പോവുകയാണെങ്കിൽ പിന്നെ നമുക്കിത് കളയണമെന്നുണ്ടെങ്കിൽ ഈ പശയുടെ ഈ പാട് ഇവിടെ കിടക്കും. അത് കാരണം ഞാൻ തയ്ച്ചെടുക്കുമായിരുന്നു ചെയ്തത്. അപ്പം നമ്മളിത് തയ്ച്ചെടുത്ത് പാൻറ് ഇലാസ്റ്റിക് ഇട്ടെടുത്ത് ഇനി അടുത്ത പണി എന്തെന്ന് ചോദിച്ചാൽ, ഇത് സാരി ബ്ലൗസ് ഉണ്ട്, നമുക്കത് വെട്ടിയെടുത്ത് സാരി ബ്ലൗസ് തയ്ക്കാനാണ്. തയ്ച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഈ സാരി ബ്ലൗസും തയ്ച്ചു കഴിഞ്ഞ്, സാരി ബ്ലൗസിന്റെ പെട്ടെന്ന് തയ്ക്കുന്നൊന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ കുറേ വീഡിയോകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ പണി ഞാൻ പൂർത്തിയാക്കിയേ. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. ഞാൻ എത്ര പണി ചെയ്യുവാണേലും ചിലർ തിരക്കിട്ട് കൊണ്ടുവരും, അർജന്റാന്നും പറഞ്ഞു കൊണ്ടുവരും പണികൾ. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മാറ്റി വെച്ചിട്ട് അത് ചെയ്തു കൊടുക്കും. കാരണം പിന്നാട്ടെന്ന് ഞാൻ പറയത്തില്ല. അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് അതിൻ്റെ 2 ബനിയൻ. ഈ ബനിയനും ഇച്ചിരി ഇറക്കം കുറച്ച് കൊടുത്ത് ഇച്ചിരി വണ്ണം കുറച്ചാൽ മതി. അപ്പോൾ അതിനെനിക്ക് വലിയ പാടില്ലല്ലോ, ഒന്ന് അടിച്ചു കൊടുത്താൽ പോരെ. അതുകൊണ്ട് ഞാൻ മറ്റുള്ള പണി അങ്ങോട്ട് മാറ്റി വെക്കും. ഇനിയിപ്പോൾ ഒരു ബ്ലൗസ് ആരെങ്കിലും കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഒരു ടോപ്പ് ആരെങ്കിലും കൊണ്ടുവരുമോ, ആൻറ്റി അർജന്റായിട്ട് തയ്ച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ഞാനത് മേടിച്ച് തയ്ച്ചു കൊടുക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പം ഇത് രണ്ടിന്റെ ഇറക്കം കുറച്ചുകൊണ്ട് വരാം. ഇറക്കം കുറയ്ക്കണം, ഇച്ചിരി വണ്ണം കുറയ്ക്കണം. മഴ എന്റെ പണി മുടക്കി. മഴ തന്നെയാണ് എനിക്ക് പണി ചെയ്യാൻ വന്നത്. ഇടിയും കൊള്ളിയാനും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പണി ചെയ്യാൻ പറ്റും.
ഇന്നലെ ഇതുപോലായിരുന്നു, എനിക്ക് പണി ചെയ്യാൻ പറ്റിയില്ല. മഴ എൻ്റെ പണി മുടക്കി. മഴ തന്നല്ല, ഇടിയും കൊള്ളിയാനുമുണ്ട്. അപ്പോൾ എനിക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ കരണ്ടയില ജോലി ചെയ്യുന്നത്. ഞാൻ രമേശ് ചെന്നിത്തല കാണാനായിട്ട് ഓടിപ്പോയതാണ്. പോയി ഈ വഴിയെ കൂടെ വരുന്നെന്നും കൊണ്ടാണ് ഞാൻ നിന്നത്. പക്ഷെ നേരത്തെ ഞാൻ ആ വഴി ചെന്ന് നിൽക്കണ്ടേയായിരുന്നു. മണി 9 മാതാ മാതാ മാതോ അതിനുള്ളിരിപ്പുണ്ട്.